മക്കളെ ഞാനും ബിയെ കുട്ടിയും കൂടി ഇന്ന് ചൈന ഓറഞ്ച് പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും ഇതും കൊണ്ട് മിഠായി ഉണ്ടാക്കണം എന്ന്. അപ്പോൾ ഒരുപാടുണ്ട് ഓറഞ്ച് ഇട്ടപ്പോൾ ഞങ്ങൾ മിഠായി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പറിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പഴുത്തത് നോക്കിയിട്ട് പറിക്കുക കേട്ടോ, എന്നാലേ നീരുണ്ടാവുള്ളൂ. നാരങ്ങ പൊഴിയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളമുണ്ട്, നല്ല നീരുള്ള നാരങ്ങയാണ്. നാരങ്ങ പേടിനനുസരിച്ച് ഞാനും ഉമ്മയിൽ ഇറക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മളെ നാരങ്ങ നീരായിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 1/2 ലിറ്ററോളം ഓറഞ്ച് നീരുണ്ട് കേട്ടോ. അതിലേക്ക് 1 കിലോ പഞ്ചസാരകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ചെറിയ പാത്രത്തില് വെച്ചിരുന്നിട്ടോ. അപ്പൊ അതൊന്നായിട്ട് പതയായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയപ്പോ നമ്മള് പാത്രം ഒന്ന് മാറ്റി പിടിച്ചിട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ നാരങ്ങ മിഠായിൻ്റെ കൂട്ട് റെഡി ആയിട്ടോ. അതിൽ വേറെ ഒന്നും കൂട്ടിയിട്ടില്ല, വെറും ഓറഞ്ചിൻ്റെ നീരും കുറച്ച് പഞ്ചസാരയും മാത്രമേ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളിത് ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള അച്ചിൽ ഒഴിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ചു വെക്കുമ്പം അധികം തണുക്കാൻ പാടില്ല കേട്ടോ. ഒരു ഇളം ചൂടിൽ തന്നെ ഒഴിക്കേണ്ടത്. നമ്മൾ കുറച്ച് സമയം ഇത് വേറെ പാത്രത്തിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇരുന്ന് ഉറച്ചു പോകും കേട്ടോ. അപ്പം ഞാനിവിടെ 2 അച്ചിലാണ് ഒഴിച്ച് വെച്ചത് കേട്ടോ. നാരങ്ങ മിഠായി റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാ, ഹാർട്ട് ഷേപ്പില് ഇവിടെ ഉണ്ടാക്കുവാനൊക്കെ ഉണ്ടാക്കി പോയിട്ടാവും. മിഠായി കഴിക്കണമെങ്കിൽ ഇപ്പൊ വന്നോളേ. നമ്മുടെ നാരങ്ങ മിഠായി, നമ്മുടെ ചൈന ഓറഞ്ച് മിഠായി ആണ്. നല്ല ഭംഗിയില്ലേ കാണാം. ഇതാ ഇത് പല ആകൃതിയിലുള്ള ആട്ട കണ്ട, നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ആഹാ അടിപൊളി. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് കേട്ടോ. കൽമൊട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ വീട്ടിൽ ചൈന ഓറഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. നമുക്കിങ്ങനെ മിഠായി എടുത്ത് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ കൊടുക്കുകയും ചെയ്യണ്ട.